സമയം ദൈവവചനം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നമ്മളിരിക്കുമ്പോൾ തിരുവചനം പറയുന്നു, നാം ഓരോരുത്തരും വിശുദ്ധരും, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുരോഹിതന്മാരും, ഹല്ലേലൂയ, ദൈവത്തിനെ സേവിക്കുന്നവരും ഒക്കെ. സ്തോത്രം. യെരമിയായുടെ പുസ്തകം 33-ാം അധ്യായം, ജെറമയ ചാപ്റ്റർ 33. നമ്മൾ ഈ വചനത്തിനകത്ത് വരുമ്പം കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തത്, 2 വാഗ്ദത്തം ചെയ്തത് വചനത്തിനകത്ത് കിടപ്പുണ്ട്. ജെറമയ 33 വേഴ്സ് നമ്പർ 19-20 വരുമ്പം കർത്താവ് ജെറമയോട് ഇങ്ങനെ പറയുന്നു. Then this message came to Jeremiah from the Lord. This is what the Lord says. If you can break my covenant with the day and the night, so that one does not follow the other, only then will my covenant with my servant David be broken. Only then will he no longer have a descendant to reign on his throne. The same is true for my covenant with the Levitical priests who minister before me. സ്തോത്രം. എന്നിട്ട് അതിൻ്റെ വാക്യം പറയുന്നു, വേഴ്സ് നമ്പർ 22 പറയുന്നു, and as the stars of the sky cannot be counted and the sand on the seashore cannot be measured, so I will multiply the descendants of my servant David and the Levites who minister before me. അതിൻ്റെ 20-21 വാക്യം മാത്രം ഒന്ന് മലയാളത്തിൽ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, തക്ക സമയത്ത് പകലും രാവും ഇല്ലാതിരിക്കത്തക്കവണ്ണം പകലിനോടുള്ള എൻ്റെ നിയമവും രാത്രിയോടുള്ള എൻ്റെ നിയമവും ദുർബലമാകുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ ദാസനായ ദാവീദിന് അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഒരു മകൻ ഇല്ലാതെ വരത്തക്കവണ്ണം അവനോടും എൻ്റെ ശുശ്രൂഷകന്മാരായ ലേവ്യ പുരോഹിതന്മാരോടും ഉള്ള എൻ്റെ നിയമവും ദുർബലമാകും. അപ്പം വചനം പറയുന്നു, ആകാശം എന്ന് പറഞ്ഞാല് ദിനം രാത്രിയിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദ ഡേ ആൻഡ് ദ നൈറ്റ് ഡസ് നോട്ട് ഫോളോ ഈച്ച് അതർ, ഹല്ലേലൂയ, അത് സാധ്യമല്ല അല്ലേ. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പകലുണ്ട്. രാത്രിയായിട്ട് മാത്രം ഇരിക്കത്തില്ല. തിരുവചനം പറയുന്നു, രാത്രി ഉണ്ടെങ്കിൽ പകലുമുണ്ട്. ഇതിനെ രണ്ടിനെയും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, ഇതിനെ രണ്ടിനെയും മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ, ഇഫ് ദ ഡേ ഫോളോസ് ദ നൈറ്റ്, അങ്ങനെ ആ ഒരു കവനന്റ് നിലനിൽക്കുന്നുവെങ്കിൽ, അത് മാറ്റാൻ പറ്റത്തില്ല എങ്കിൽ, അതേപോലെ തന്നെ ദാവീദിനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്വം മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ലേവായരോട് പറഞ്ഞ വാഗ്ദത്വം മാറ്റാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പഴയ നിയമത്തിനകത്ത് സ്തോത്രം, ലേവായരെ ദൈവം വിളിച്ചു ശുശ്രൂഷിക്കാനായിട്ട്. ദാവീദിനോട് വാഗ്ദത്തം പറഞ്ഞു, ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴുന്നവനെ കൊടുക്കുമെന്ന്. ഇത് മാറ്റാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ, നമ്മളോട് കിടക്കുന്ന വാഗ്ദത്തങ്ങളും മാറിപ്പോകത്തില്ല. സ്തോത്രം. ഇന്ന് വിളിച്ചു പറഞ്ഞ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തവും മാറിപ്പോകത്തില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, സ്തോത്രം, അവരെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലേവായരെ ശുശ്രൂഷിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ നമ്മുടെ വാഗ്ദത്വം ഉറപ്പായിട്ടും നടക്കും. നമ്മളെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മളായിരിക്കുന്ന വാഗ്ദത്ത ദേശത്ത് നമ്മൾ വർദ്ധിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളായിരിക്കുന്ന ദേശത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ വർദ്ധിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ്, ഞാൻ വർദ്ധിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വളരും. സ്തോത്രം. ഞാൻ തഴച്ചു കയറി ഞാൻ വളരും. സ്തോത്രം. ഐ വിൽ ഗ്രോ and I will prosper. Hallelujah. എന്നിട്ട് രണ്ടാമതൊരു മെസ്സേജും കൂടെ യെരമിയായിക്ക് ദൈവം കൊടുത്തു. ആ കൊടുത്തത് 23 തൊട്ട് 26 വരെയും വായിക്കുമ്പം അതിനകത്ത് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന അതിൻ്റെ 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു, But this is what the Lord says, I would no more reject my people than I would change my laws that govern night and day, earth and sky. അപ്പം ഇത് പറയാൻ കാരണമുണ്ട്. ഈ വേഴ്സ് നമ്പർ 25 പറയാൻ കാരണമുണ്ട്. അതിൻ്റെ വേഴ്സ് നമ്പർ 24, അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പം ഇങ്ങനെ പറയുന്നു, ഹാവ് യു നോട്ടിസ്ഡ് വാട്ട് പീപ്പിൾ ആർ സേയിങ്. ദൈവം യെരമിയോട് പറയുക, നീ കേട്ടോ ജനം എന്തുവാ പറയുന്നതെന്ന്. ജനം പറയുന്നത് ഇങ്ങനെയാ പറയുന്നത്, ദ ലോർഡ് ചോസ് ജൂഡ ആൻഡ് ഇസ്രായേൽ ആൻഡ് ദെൻ അബാൻഡൻഡ് ദെം. കണ്ടോ, ജനം മൊത്തം യെരമിയോട് ദൈവം പറയുക, യെരമിയായെ ജനം മൊത്തം ഇങ്ങനെ പറയുക, കണ്ടോ അവരുടെ ദൈവം അവരെ യൂദായെയും ഇസ്രായേലിനെയും തിരഞ്ഞെടുത്തു,
തെരഞ്ഞെടുത്തിട്ട് ദാണ്ട് അവരെ ഉപേക്ഷിച്ചു, അബാൻഡൻഡ് ദം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കളിയാക്കുന്നു, അവർ ഇസ്രായേലിനെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുത്തതിനെ കളിയാക്കുന്നു അല്ലേ. ഇന്ന് ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില സാഹചര്യത്തിനകത്തൊക്കെ കിടക്കുമ്പോൾ, പല നാളായി പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി ഇല്ലാത്ത വിഷയത്തിനകത്തൊക്കെ കിടക്കുമ്പോൾ പലവരും അങ്ങ് വലിയ വാക്കൊക്കെ പറയും. എന്താ വാക്ക് പറയുന്നത്? മനുഷ്യരൊക്കെ പറയും, കർത്താവേ എന്നെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുക എല്ലാവരും. എന്നിട്ട് പറയും, കർത്താവേ അവരുടെ മുമ്പിലൊന്നും എന്നെ ലജ്ജിപ്പിച്ച് കളയല്ല, അവർ ചോദിക്കാൻ ഇടയാവല്ല, നിന്റെ ദൈവം എന്തിയേ എന്ന് ചോദിക്കാൻ ഇടയാവല്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അതേപോലെ തന്നെ കർത്താവ് യെരമ്യയോട് പറയുക, യെരമ്യ, ലോകം മൊത്തം ചുറ്റിനും നിൽക്കുന്നവരൊക്കെ പറയുക, ഇസ്രായേലിനെയും ജൂഡായെയും ദൈവം തെരഞ്ഞെടുത്തിട്ട് അവരെ ഉപേക്ഷിച്ചു. കണ്ടോ? അപ്പം ആൾക്കാരൊക്കെ പറയുക, ഇവരുടെ ദൈവം എന്തിയേ എന്ന് ചോദിക്കുക. അപ്പം ദൈവം യെരമ്യയോട് പറയുക, ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 25-ാം വാക്യത്തിനകത്ത് വരുമ്പം ദൈവം യെരമ്യയോട് പറയുക, സ്തോത്രം, നീ മനസ്സിലാക്കി യെരമ്യ, എന്താണ്? ഞാൻ എൻ്റെ ജനത്തിനെ ഉപേക്ഷിച്ച് കളയത്തില്ല. ഹല്ലേലൂയ. രാത്രിയും പകലും. അപ്പം തൊട്ടു മുമ്പുള്ള വാഗ്ദത്തത്തിനകത്ത് കേട്ടു, രാത്രി പകലിൻ്റെ പിന്നാലെ വരുന്നു, രാത്രിയുടെ പിന്നാലെ പകൽ വരുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് ആ റുട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്യുക. നമ്മൾ എത്ര മസിൽ പിടിച്ചാലും, എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും ഒരു ദിവസവും രാത്രിയും അതങ്ങനെ തന്നെ ഫോളോ ചെയ്യും അല്ലേ. ഒരു പകൽ കഴിഞ്ഞ് വീണ്ടും ഒരു പകൽ കഴിഞ്ഞിട്ട് ഒരു രാത്രി, അങ്ങനെയല്ല. പകൽ കഴിഞ്ഞാൽ രാത്രി, രാത്രി കഴിഞ്ഞാൽ പകൽ. അത് ആ ഓർഡർ തെറ്റത്തില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഈ ഓർഡർ തെറ്റത്തില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. എന്നിട്ട് ഈ ജനത്തിന് ഇങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ, എന്താണ്? പകൽ കഴിഞ്ഞ് രാത്രി, രാത്രി കഴിഞ്ഞ് പകൽ. ഈ ഓർഡർ തെറ്റിക്കാൻ പറ്റത്തില്ല എങ്കിൽ, ഈ ഓർഡർ മാറിപ്പോകത്തില്ല എങ്കിൽ, നമ്മൾ ആരും പരിശ്രമിക്കാതെ ഈ പകലും രാത്രിയും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം വേഴ്സ് നമ്പർ 25-26 25-26 യെരമ്യ 33 പറയുന്നു, ഹല്ലേലൂയ, ഇങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ജനത്തിനോടുള്ള വാഗ്ദത്തം ഞാൻ മാറ്റത്തില്ല, ഞാൻ എൻ്റെ ജനത്തിനെ ഉപേക്ഷിച്ച് കളയത്തില്ല. വാഗ്ദത്തം ലഭിച്ച ദാവീദിനെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, ലേവായരെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. അവരുടെ തലമുറ പെരുകും, അവരെ ഞാൻ വാഗ്ദത്ത ദേശത്ത് ഞാൻ റെസ്റ്റോർ ചെയ്യും, അവരെ യഥാസ്ഥാനപ്പെടുത്തും, ഞാൻ അവരെ അനുഗ്രഹിക്കും, ഞാൻ അവരോട് കരുണ കാണിക്കും. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അവിടെ ഒരു വാക്ക് പറയുന്നു, I will not change the plan that David's descendants will rule the descendants of Abraham, Isaac and Jacob. ദൈവം ദാവീദിനോടൊരു വാക്ക് പറഞ്ഞായിരുന്നു, നിന്റെ സന്തതി സിംഹാസനത്തിൽ എന്നേക്കുമായി നിലനിൽക്കുന്ന വാഴ്ച ഉണ്ടാകുമെന്ന്. ഇപ്പം കർത്താവിൻ്റെ വചനം പറയുക, ദാവീദിന് കൊടുത്ത ഈ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോവത്തില്ല. ദാവീദിൻ്റെ സന്തതി സിംഹാസനത്തിൽ വാഴുക തന്നെ ചെയ്യും. കർത്താവ് വീണ്ടും ഉറപ്പോടെ പറയുക, വാഗ്ദത്തങ്ങൾക്കകത്തേക്ക് വരും, വാഗ്ദത്തങ്ങൾ ലഭിക്കും, നമ്മൾ വാഴുന്നവരായി തീരും. ഹല്ലേലൂയ. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഞാനൊരു ഉറപ്പ് പറയട്ടെ, നമ്മൾ വാഴുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ അപ്പം പഴയ നിയമത്തിനകത്ത് ലേവായർക്ക് മാത്രമേ ശുശ്രൂഷിക്കാൻ അവകാശമുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, നമ്മൾ ഓരോരുത്തരും പുരോഹിതന്മാരും ശുശ്രൂഷക്കാരുമാ. പണ്ട് ലേവായർ ചെയ്തത് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. അല്ലെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മൾ മിനിസ്റ്റേഴ്സാണ്. വി ആർ മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. ഹല്ലേലൂയ. പണ്ട് ലേവായോരോട് പറഞ്ഞ്, ദാവീദിനോടും ലേവായോരോടും പറഞ്ഞ വാഗ്ദത്തം ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും. ഇന്ന് ഞാൻ ഉറപ്പ് പറയട്ടെ, നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തം പോലും മാറിപ്പോകത്തില്ല. നൺ ഓഫ് ഹിസ് പ്രോമിസസ്, ഹല്ലേലൂയ, അത് വേസ്റ്റായി പോകത്തില്ല. കർത്താവിൻ്റെ ഒരു വാഗ്ദത്തവും മാറിപ്പോകത്തില്ല. ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, നമ്മൾ കാണുന്നു അതിൻ്റെ 11-ാം വാക്യം, 10:11, അണ്ടർ ദി ഓൾഡ് കവനന്റ് ദ പ്രീസ്റ്റ് സ്റ്റാൻഡ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് ബിഫോർ ദി ഓൾട്ടർ ഡേ ആഫ്റ്റർ ഡേ, ഓഫറിംഗ് ദ സെയിം സാക്രിഫൈസസ് അഗൈൻ ആൻഡ് അഗൈൻ വിച്ച് ക്യാൻ നെവർ ടേക്ക് അവേ സിൻസ്. പഴയ നിയമത്തിനകത്ത് പുരോഹിതൻ നിന്ന് അൽത്താരയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു, ശുശ്രൂഷകനും പുരോഹിതനും നിന്ന് ശുശ്രൂഷിക്കുന്നു. എന്നിട്ട്
വചനം പറയുന്നു അവർ ദിവസം തോറും അവർ സാക്രിഫൈസസ്, അവർ പാപത്തിൻ്റെ മോചനമായത് ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് അർപ്പണങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ വചനം ഉറപ്പായിട്ടും പറയുന്നു അതിനൊരു പാപത്തിനെ പോയിട്ട് അരമുറി പോയിട്ട് കാൽ ഭാഗം പാപം പോലും മായ്ക്കാൻ പറ്റത്തില്ല. എന്നിട്ട് വചനം അവിടെ പറയുന്നു, വേഴ്സ് നമ്പർ 12, 12-ാം വാക്യം, ഹെബ്രായർ 10:12, but our high priest offered himself to God as a single sacrifice for sins, good for all time. എന്നിട്ട് 14 പറയുന്നു, for by that one offering he forever made perfect those who are being made holy. അതിൻ്റെ 12-ഉം 14 ഹെബ്രായർ 10. യേശുവോ പാവങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് അതെന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഈ സാക്രിഫൈസ് കാരണം നമ്മൾ ഓരോരുത്തരും ഹോളിയായി. നമ്മൾ ഓരോരുത്തരും പഴയ നിയമത്തിൽ യെരമ്യായോട് ദൈവം ദാവീദിനെക്കുറിച്ചും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരുടെ വാഗ്ദത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷക്കാരാ. യേശു കർത്താവ് തൻ്റെ തൻ്റെ മരണത്താൽ പുണ്യാക രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കയറി ചെല്ലുവാൻ ഒരു വഴിയുണ്ടാക്കി തന്നിരിക്കുക. ഈ 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 22-ാം വാക്യം, 21, 22 വാക്യങ്ങൾ, വേഴ്സ് നമ്പർ 21 and 22. And since we have a great high priest who rules over God's house, let us go right into the presence of God with sincere hearts, fully trusting him. For our guilty conscience have been sprinkled with Christ's blood to make us clean, and our bodies have been washed with pure water. എന്നിട്ട് അതിൻ്റെ 23 പറയുന്നു, let us hold tightly without wavering to the hope we affirm, for God can be trusted to keep his promise. അന്ന് വായിച്ചു കേൾക്കാം. 22, 23. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ആമേൻ, സ്തോത്രം. കണ്ടോ, പഴയ നിയമത്തിനകത്ത് ജനത്തിനോട് പറഞ്ഞു, യെരമ്യായിൽ കൂടെ ദൈവം പറഞ്ഞു അവരുടെ വാഗ്ദത്തം ഒന്നും മാറിപ്പോവത്തില്ല. ചുറ്റിനും നിൽക്കുന്നവർ അവരെ കളിയാക്കിയാലും അവരുടെ വാഗ്ദത്തം നടക്കും. ഈ അല്പകാലം ഞാൻ അവരെ ഉപേക്ഷിച്ചാലും അവരുടെ കൂടെ ഞാൻ നിൽക്കും, അവർക്ക് ഞാൻ എല്ലാം കൊടുക്കും. പുതിയ നിയമത്തിൽ വന്നപ്പം കർത്താവ് പറയുക, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെല്ലാം ഉറപ്പാ. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൻ്റെ പരമയാഗത്താൽ പരമ ശുശ്രൂഷയാൽ ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അപ്പൻ്റെ സന്നിധിയിൽ നേരിട്ട് കയറി ചെല്ലാം. ഹല്ലേലൂയ. നമ്മൾക്ക് ഓരോരുത്തർക്കും നേരിട്ട് കയറി ചെന്നിട്ട് നമ്മളുടെ ഓരോ വാഗ്ദത്തങ്ങളും ദൈവസന്നിധിയിൽ നേരിട്ട് നമുക്ക് പറഞ്ഞ് നമ്മളുടെ ഓരോ വാഗ്ദത്തങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, let us hold tightly without wavering to the hope we affirm, for God can be trusted to keep his promise. കണ്ടോ, നമ്മൾ പതറിപ്പോകാതെ നമ്മളുടെ വാഗ്ദത്തങ്ങളെ കയറി മുറുകെ പിടിച്ച് നമുക്ക് ഉറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മളുടെ വാഗ്ദത്തങ്ങൾ എല്ലാം കർത്താവ് ചെയ്തു തരും. ഹല്ലേലൂയ. ഇന്ന് വലിയ വാക്കൊന്നും പറഞ്ഞുകൊണ്ട് നിന്ന് മെനക്കെടണ്ട. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളൊക്കെ ലഭിക്കാൻ വൈകുമ്പം അവിടെ നിന്ന് പറയണ്ട, കർത്താവെ അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ, ഞങ്ങളെ ലജ്ജിപ്പിച്ച് കളയല്ലേ, ഞങ്ങളുടെ തല കുനിക്കല്ലേ എന്ന് പറയല്ലേ. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നമുക്ക് നേരിട്ട് ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ അവകാശമുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ രക്തത്താൽ മരണയാഗത്താൽ, ഹല്ലേലൂയ, ഇനിയൊരു പരമയാഗമില്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മളുടെ വാഗ്ദത്തങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥന
പ്രാർത്ഥനകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് ദൈവസന്നിധിയിൽ കയറി ചെന്നിട്ട് നമ്മുടെ അപ്പായോട് നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് എൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചേ പറ്റൂ, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നേ പറ്റൂ, എനിക്ക് ഇന്ന വിഷയത്തിൻ്റെ മേൽ എനിക്ക് വിടുതൽ കിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. അതിനകത്ത് വേറൊരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് വരണ്ട. പഴയ നിയമത്തിനകത്ത് ലേവ്യരുണ്ടായിരുന്നു, പുതിയ നിയമത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷക്കാര്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മളെ ഓരോരുത്തരെയും യേശു കർത്താവിൻ്റെ പുണ്യാക രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെയും മനസ്സാക്ഷിയെയും ശരീരങ്ങളെയും വിശുദ്ധീകരിച്ച് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ അവകാശമുണ്ട്. എന്നിട്ട് വചനം അവിടെ പറയുന്നു, നമ്മുടെ ഒരു വാഗ്ദത്വവും മാറിപ്പോകത്തില്ല. ലെറ്റ് us hold tightly to our promises. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് നമ്മൾ വരുമ്പോൾ സ്തോത്രം, പത്രോസിൻ്റെ ലേഖനത്തിനകത്ത് വചനം 2:9 വചനം ഉറപ്പായിട്ടും പത്രോസ് പറയുന്നു. എന്താ പറയുന്നത്? യു ആർ റോയൽ പ്രീസ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ആ വാക്കൊന്ന് വായിച്ച 9. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത ആമേൻ. രാജകീയ പുരോഹിത വർഗം എന്ന് വെച്ചാൽ രാജാവിൻ്റെ ദാവീദിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളും രാജാവിൻ്റെ സ്ഥാനത്ത്. ഹല്ലേലൂയ. രാജാവും പുരോഹിതന്മാരും രാജകീയ പുരോഹിത വർഗമാ. ഹല്ലേലൂയ. രാജാവ് തീരുമാനമെടുക്കാൻ അധികാരത്തിൽ നിൽക്കുന്ന ഓരോരുത്തരും, പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവരും, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരും ഇന്ന് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ കയറി ചെല്ലാൻ അവകാശമുണ്ട്. ഒരു വാഗ്ദത്തം പോലും വേസ്റ്റായി പോകത്തില്ല. ഒരു വാഗ്ദത്തം പോലും പെയ്തൊലിച്ചു പോകത്തില്ല. ഒരു വാഗ്ദത്തം പോലും ലഭിക്കാതെ നഷ്ടപ്പെട്ട് പോകത്തില്ല. ഹല്ലേലൂയ. ഇന്ന് വിഷയങ്ങളൊക്കെ കാണുമ്പം പറയണം, അതൊരു പ്രസവത്തിന് മുമ്പുള്ള ഈറ്റുനോവ. ഹല്ലേലൂയ. ചില നന്മയൊക്കെ ഞാൻ കാണാൻ പോവുക, ഞാൻ എൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കുക. ഹല്ലേലൂയ. പകലിൻ്റെ പിന്നാലെ രാത്രി ഉണ്ടെങ്കിൽ, രാത്രിയുടെ പിന്നാലെ പകലുണ്ടെങ്കിൽ, ഇത് മാറ്റാൻ പറ്റത്തില്ല എങ്കിൽ, ഈ നിയമം മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ലഭിക്കേണ്ട വാഗ്ദത്തങ്ങളുടെയും നിയമം മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ വരുക തന്നെ ചെയ്യും. ഞാനത് അനുഭവിക്കും. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ വാഗ്ദത്തം ലഭിക്കാൻ ഞാൻ വേറൊരു വ്യക്തിയുടെ അടുത്ത് പോയി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ വാഗ്ദത്തം ഒന്ന് നടക്കട്ടെ എന്നല്ല പറയുന്നത്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട് ഞാൻ തന്നെ ദൈവസന്നിധിയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കയറി ചെന്ന് എൻ്റെ വാഗ്ദത്തങ്ങൾ ഞാൻ നേടിയെടുക്കും. ഹല്ലേലൂയ. ഇന്ന് മൂന്നാമതൊരു വ്യക്തിയെ ആശ്രയിക്കേണ്ട, ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ വാഗ്ദത്തം ഒന്ന് നടക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ കയറി ചെന്നിട്ട് നമുക്ക് ചോദിച്ചു മേടിക്കാൻ അവകാശമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് സകല വാഗ്ദത്തങ്ങളും നടത്തുന്നവനാ. വചനം ഈ കർത്താവിനെ കുറിച്ച് പറയുന്നത്, ഹീ ഈസ് എ പ്രോമിസ് കീപ്പർ. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകൾ നടത്തി നിറവേറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. ഹി കീപ്സ് ഹിസ് പ്രോമിസസ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. തൻ്റെ നമ്മളോടുള്ള വാഗ്ദത്തങ്ങളൊന്നും മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അർപ്പിക്കേണ്ട സ്തോത്ര വഴിപാടുകളെന്ന് പറയുന്ന നാവിൽ നിന്ന് ഉയരുന്ന ആരാധനയും സ്തുതിയും, ഹൃദയത്തിനകത്തുനിന്ന് ഉയരുന്ന ആരാധനയും സ്തുതിയും, ഇതാണ് പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ സ്തോത്ര അർപ്പണങ്ങളും കാഴ്ചകളും സാക്രിഫൈസസും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമ്മുടെ വാഗ്ദത്തങ്ങൾ മാറിപ്പോകാത്തതിനായി സ്തോത്രം. തലമുറ നന്മകൾ അനുഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവായ മഹാപുരോഹിതൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ശുശ്രൂഷക്കാരായ നമ്മൾ ഓരോരുത്തരും മറക്കല്ല്, നമ്മൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നവരാ. നമ്മൾ ഓരോരുത്തരും നമ്മളെ വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷിക്കാനാ. അതുകൊണ്ട് ആ വചനം പറയുന്നത് നമ്മളൊരു രാജകീയ പുരോഹിത വർഗമാണെന്ന്. ഹല്ലേലൂയ. രാജാക്കന്മാരും പുരോഹിത ശുശ്രൂഷയും ചെയ്യുന്നവരാ. ഹല്ലേലൂയ. സ്തോത്രം എന്ന വഴിപാട് കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർത്തി ഇന്ന് വാഗ്ദത്തങ്ങളെയൊക്കെ സ്വന്തമാക്കി വിളിച്ചു പറയണം, എൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുക. ഞാനത് കാണും, ഞാനത് അനുഭവിക്കും. എൻ്റെ വാഗ്ദത്തങ്ങൾ മാറിപ്പോവില്ല. മറക്കല്ല്, സാറയ്ക്ക് എത്ര പ്രായമായിട്ടും 90 വയസ്സായിട്ട് ആ വാഗ്ദത്തം
പ്രസവിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്തും എത്ര വൈകിയാലും ഞാൻ ആ വാഗ്ദത്തം നിറവേറുന്നത് കാണുക തന്നെ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിടിച്ചു നിൽക്കാനുള്ള പ്രത്യാശയും ധൈര്യവും ശക്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പറയുന്നു, ചിലവരങ്ങനെ പറയാറുണ്ട്, കർത്താവെ ഞങ്ങളെ ലജ്ജിപ്പിച്ച് കളയല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കല്ലെന്ന്. കർത്താവ് അങ്ങനെ പറയുന്നവരോടൊക്കെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയാ, തലകുനിക്കാൻ സമ്മതിക്കത്തില്ല കർത്താവ്. ഹല്ലേലൂയ. ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഇടിവിലൊന്ന് കയറി നിന്നേ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ.